സിറ്റുവേഷൻ കോമഡീസ് ഒക്കെ ആയിരിക്കണം. നല്ലപോലെ വർക്കായിട്ടുണ്ട്. തിയേറ്ററിലൊക്കെ നല്ല ചിരിയൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്ന ഒരു ചിത്രം. ബോറൊന്നുമില്ല, നന്നായിട്ട് കാണാൻ പറ്റുന്ന നല്ലൊരു ചിത്രം. ജഗദീഷ് നന്നായിട്ടുണ്ട്. ജഗദീഷ് നല്ല ഉഗ്രനായിട്ടുണ്ട്. പിന്നെ രാജേഷ് മാധവൻ റോള് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല. പിന്നെ അശോകന് ഒക്കെ നന്നായിട്ട് സുധീഷ് നല്ല ഇടയ്ക്കിടയ്ക്ക് നല്ല അടിപൊളി കോമഡി ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല പടം കേട്ടോ. കുഴപ്പമില്ല, നന്നായിട്ടുണ്ട്. പടം നന്നായിട്ടുണ്ട്. എല്ലാവരും നന്നായിട്ടുണ്ട്. നല്ലൊരു സിറ്റുവേഷൻ കോമഡി ചിത്രം. കോമഡി വർക്കായിട്ടുണ്ട്. അത് പറയാം. സൂപ്പറായിട്ടുണ്ട്. വർക്കാവും. സുധീഷ് ചേട്ടൻ അടിപൊളിയായിട്ട്. അടിപൊളിയായിട്ട്. എല്ലാരും അടിപൊളി. എല്ലാരും അടിപൊളിയാ. ത്രോട്ട് ചെയ്യുമ്പോ ലാഗില്ല. അടിപൊളി. അത്യാവശ്യം ഒരു ഹ്യൂമർ ഒരു നല്ല രസമായിട്ട് ചെയ്തേക്കുന്നത്. വേറെ ലെവലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അടിപൊളി. അങ്ങനെയല്ല, പടം മൊത്തത്തിലെ രസമാകുന്നത്. ഒരാളെ പെർഫോമൻസ് നല്ല ഒരു ലെവലിലല്ല. ടോട്ടൽ നോക്കുമ്പോൾ അടിപൊളി. നല്ലൊരു സാധനം ഉണ്ടല്ലേ ടോട്ടൽ പടത്തിലാകും. നല്ല രീതിയിൽ തന്നെ അവരിൽ നിന്ന് തന്നെ ഈ ഒരു സമയത്ത് 2025 കാലഘട്ടത്തിൽ കാണാൻ പറ്റുന്ന തന്നെയാണ് ഏറ്റവും എടുത്തു പറയാവുന്ന ഭീഷ്മപർവത്തിന്റെ റൈറ്റർ ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം ദേവദത്ത് ഷാജി എന്ന അദ്ദേഹം വളരെ മികച്ച രീതിയിൽ തന്നെ അണിയിച്ചൊരുക്കിയതാണ്. ത്രൂ ഔട്ട് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ലാഗില്ലാതെ ചെറിയ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ എനിക്ക് ഇത്രയും ഒരു ചെറിയൊരു കോമഡിക്ക് പോലെ ഇത്രയും ചിരി അത്രമാത്രം ഒരു സ്ക്രിപ്റ്റിന് പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ്. ക്ലൈമാക്സ് ഒക്കെ ഉഗ്രൻ, ഒന്നും പറയാനില്ല. അതേപോലത്തെ പെർഫോമൻസിന്റെ കാര്യത്തിലായാലും അവരെല്ലാം കഴിവുള്ള ആർട്ടിസ്റ്റുകളാണ്. നമ്മുടെ അശോകൻ ചേട്ടനായാലും ജഗദീഷ് ചേട്ടനായാലും വിനീത് ചേട്ടനായാലും പിന്നെ മനോജ് കെ ജി ചേട്ടനായാലും സുധീഷ് ചേട്ടനായാലും അങ്ങനെ അവരെല്ലാവരും അഭിറാം പിന്നെ അതേപോലെ തന്നെ രാജേഷ് മാധവൻ പിന്നെ നായിക എല്ലാവരും മികച്ച അമ്പിളി നമ്മുടെ പുതുമുഖ താരമായ അമ്പിളി അമ്മ വേഷം ചെയ്ത അമ്പിളി ചേച്ചി നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് കാണാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ്.